الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون. സൂറ അൽ ബഖറ 248 ആയത്തിന്റെ ആദ്യ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല താലൂത്ത് എന്ന് പറയുന്ന ഒരു രാജാവിനെ ബനീ ഇസ്രായേലുകൾക്ക് നിയമിച്ചു കൊടുക്കുകയും അങ്ങനെ ആ താലൂത്തിന്റെ രാജ്യത്വത്തിനുള്ള ഒരു ദൃഷ്ടാന്തമായി താബൂത്ത് എന്ന് പറയുന്ന ഒരു പെട്ടി മലക്കുകൾ അതിനെ വഹിച്ചു കൊണ്ടുവരുന്നതാണ് ഒരു ദൃഷ്ടാന്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആ പെട്ടിക്കകത്തു മൂസ നബി അലൈഹിസ്സലാമും അതുപോലെ ഹാറൂൻ നബി അലൈഹിസ്സലാമും വിട്ടേച്ചു പോയ അവരുടെ പലതരത്തിലുള്ള ആ ബാക്കിയാക്കിപ്പോയ സാധനങ്ങളാണ് പ്രധാനമായും തൗറാത്തിന്റെ ഫലകങ്ങളാണെന്ന് പറയപ്പെടുന്നു. അല്ലാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. ഇത് വളരെയധികം ബനീ ഇസ്രായേലുകൾക്ക് ഒരു ധൈര്യവും അതുപോലെ സമാധാനവും യുദ്ധരംഗത്ത് നൽകിയിരുന്നു എന്നാണ് ചരിത്ര പാഠങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇതിന് സമാനമായ ചില സംഗതികൾ നടന്നു വരുന്നുണ്ട്. ചില ഷെയ്ഖുകളുടെ മക്ബറയുമായി ബന്ധപ്പെട്ട ആ മക്ബറയുടെ അതിന്റെ ഒരു രൂപമുണ്ടാക്കുകയും അതിനെ ഉറൂസ് ഉത്സവത്തിന്റെ ആണ്ടുത്സവത്തിന്റെ സമയത്ത് അവർ ആ മക്ബറയുടെ രൂപം ഇവർ കൂട്ടം ചേർന്നുകൊണ്ട് ഇങ്ങനെ വഹിച്ച് അവരുടെ പട്ടണങ്ങൾ കൂടി ആ പട്ടണം ചുറ്റുന്ന ഒരു പരിപാടി അവർക്കിടയിലുണ്ട്. അതിനെ അവർ പേരിട്ട് വിളിക്കുന്ന താബൂത്ത് യാത്ര എന്നാണ്. നഊദു ബില്ലാഹ്, എത്ര കഠോരമായ പ്രവൃത്തിയാണ് അവർ ചെയ്തു നോക്കൂ. അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുക, അതുപോലെ ഇസ്ലാം ദീനിനെ കൃത്യമായി അതിനെ തരം താഴ്ത്തി കെട്ടുക. ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ? സൂഫി ഷിയാ തരീഖത്തിന്റെ വഴിപിഴച്ച ആൾക്കാരാണ് ഇതൊക്കെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൂടി മൂസ നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ച അതിവിശിഷ്ടമായ കാര്യങ്ങൾ, ഇവരുടെ മക്ബറയുമായി ബന്ധപ്പെട്ട് ചില രൂപങ്ങൾ ഉണ്ടാക്കി അതിനെ താവൂത്ത് എന്നുള്ള പേര് കൊടുക്കുന്നതോടുകൂടി നോക്കൂ നിങ്ങൾ, അവർ ഖുർആനിന് എതിരും അള്ളാഹുവിന് എതിരുമാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം കഠോരമായ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.